നമസ്കാരം. ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ബ്രോഡ്കാസ്റ്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസ് ഇന്ത്യ ലിമിറ്റഡ്, ഒരു കേന്ദ്ര സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്നത് 13/5/2024 വന്നിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ധാരാളം പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് 8ാം ക്ലാസ് പാസ്സായവർക്കും അതുപോലെ തന്നെ +2 ഒക്കെ ഉള്ളവർക്ക്, ഡിഗ്രി ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വിവിധ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഗവൺമെൻറ് ജോലിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നതാണ്. നമുക്കൊരു ടെലഗ്രാം ചാനലുണ്ട്, അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള PDF കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് തന്നെ PDF ആയിട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ആദ്യത്തെ പോസ്റ്റ് വരുന്നത് സൂപ്പർവൈസർ പോസ്റ്റാണ്. അതിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് വിത്ത് വർക്കിംഗ് നോളജ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടാവുക പ്ലസ് നിങ്ങൾക്ക് കമ്പ്യൂട്ടറിനകത്ത് ചെറിയൊരു പരിജ്ഞാനമുണ്ട് എങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. 2 വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ഈ ഒരു പോസ്റ്റിലേക്ക് ചോദിക്കുന്നുണ്ട്. 30 വയസ്സ് വരെയുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് പാറ്റ്ന ആൻഡ് ഗോവയിലേക്കാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിരിക്കുന്നത്. ഓരോ വേക്കൻസി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സാലറി വരുന്നത് 22,412 രൂപയാണ് മന്ത്ലി നിങ്ങൾക്ക് സാലറി ആയിട്ട് ലഭിക്കുക. ഇതിൻ്റെ ഡേറ്റ് ഓഫ് ഇൻട്രാക്ഷൻ വരുന്നത് 29/5/2024 രണ്ടാമത്തെ പോസ്റ്റ്, അതായത് ഗോവയിലേക്കാണ് എങ്കിൽ 31/5/2024 ഇതിൻ്റെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അടുത്തത് ഹൗസ് കീപ്പിംഗ് ഒഴിവാണ്, അല്ലെങ്കിൽ MTS ഒഴിവിലേക്കാണ്. 8ാം ക്ലാസ് നിങ്ങൾ പാസ്സായിരിക്കണം. 1 ഇയർ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട്. 30 വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത്. പാറ്റ്നയിലേക്കാണ് വരുന്നത്. 16,926 രൂപയാണ് സാലറി ആയിട്ട് ലഭിക്കുക. ഒരു വേക്കൻസിയാണുള്ളത്. 29ാം തീയതിയാണ് അതിൻ്റെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അടുത്ത ലോഡർ പോസ്റ്റാണ്. അതിലേക്ക് +2 നിങ്ങൾ പാസ്സായിരിക്കണം. അതുപോലെ നിങ്ങൾക്ക് റീഡിംഗ് ഇംഗ്ലീഷിലുള്ള എബിലിറ്റി കൂടി ഉണ്ടായിരിക്കേണ്ടതാണ്. 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക്, കാർഗോ ഹാൻഡ്ലിങ്ങിലുള്ള 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. എക്സ്പീരിയൻസ് പ്രിഫറബിളി എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. 35 വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത്. പാറ്റ്നയിലേക്കും ഗോവയിലേക്കും ഒഴിവുകൾ വന്നിട്ടുണ്ട്. പാറ്റ്നയിലേക്കാണെങ്കിൽ 2 ഒഴിവുകളാണ്, ഗോവയിലേക്ക് 12 ഒഴിവുകളുണ്ട്. 16,926 രൂപയാണ് രണ്ടിലേക്കും സാലറി ആയിട്ട് ലഭിക്കുക. 29/5/2024 പാറ്റ്നയിൽ വരുന്ന ഇൻ്റർവ്യൂ ഡേറ്റ്. 31/5/2024 ഗോവയിൽ വരുന്ന ഇൻ്റർവ്യൂ ഡേറ്റ്. അടുത്ത പോസ്റ്റ് നോക്കുന്ന സമയത്ത് ഓഫീസ് അസിസ്റ്റൻറ്റ് പോസ്റ്റാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഗ്രാജുവേഷനാണ്. ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. 35 വയസ്സാണ് ഏജ് ലിമിറ്റ്. ഡൽഹിയിലാണ് അത് ഒഴിവ് വന്നിരിക്കുന്നത്. 2 ഒഴിവാണുള്ളത്. 25,000 രൂപയാണ് മാസം ലഭിക്കുക. ഡേറ്റ് വരുന്നത് 29/5/2024. അപ്പോൾ ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ വെബ്സൈറ്റ് നിങ്ങൾക്ക് www.becil.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ടെലഗ്രാമിൽ ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ അപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് 24/5/2024 ഇതിൻ്റെ അവസാന തീയതി. പിന്നെ നിങ്ങൾക്ക് ടെക്നിക്കൽ പ്രോബ്ലം വല്ലതും ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഫോൺ നമ്പറും മെയിൽ ID ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് മെയിലും കാര്യങ്ങളൊക്കെ അയക്കാവുന്നതാണ്. ഓൺലൈനായിട്ട് ആദ്യം ഒന്ന് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇൻ്റർവ്യൂ കാര്യങ്ങളുടെ ഡേറ്റാണ് നമ്മൾ മുൻപ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഈ നോട്ടിഫിക്കേഷനകത്ത് തന്നെ പറയുന്നുണ്ട്. ആ നോട്ടിഫിക്കേഷൻ നിങ്ങൾ പൂർണ്ണമായിട്ടൊന്ന് വായിച്ചു നോക്കുക. അതുപോലെ തന്നെ അപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട്. ജനറലിനാണെങ്കിൽ 885 രൂപയാണ് ഫീസായിട്ട് വരിക. പ്ലസ് നിങ്ങൾക്ക് അഡീഷണൽ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് Rs590 രൂപ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് വരുന്നതാണ്. OBCക്ക് ആണെങ്കിൽ 885 രൂപ തന്നെയാണ്. SC STക്ക് 531 രൂപയാണ്. എക്സ് സർവീസർമാർക്ക് 885, വുമൺസിന് 885, പിന്നെ EWSന് ആണെങ്കിൽ അതുപോലെ തന്നെ PH കാൻഡിഡേറ്റ്സിനൊക്കെ ആണെങ്കിൽ 531 രൂപയാണ് എക്സാമിനേഷൻ ഫീസായിട്ട് വരിക. അപ്പോൾ ഇതാണ് ഇതിൽ പൂർണ്ണമായിട്ടുള്ളൊരു വീഡിയോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ടും കണ്ടുകൊണ്ട് അതുവരെ ബൈ.